എപ്പോഴും ദേഷ്യം മുൾമുനയിൽ നിൽക്കുന്ന, പെട്ടെന്ന് കോപം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവരുടെ പ്രത്യേകതകളും സ്വഭാവരീതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർ പൊതുവെ മുൻകോപികളാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടും. മനസ്സിലുള്ളത് മുഖത്തുനോക്കി പറയുന്ന പ്രകൃതമായതിനാൽ പലപ്പോഴും മറ്റുള്ളവരുമായി ശത്രുതയുണ്ടാകാൻ ഇത് കാരണമാകും. കാർത്തിക നക്ഷത്രക്കാർ അഗ്നിയുടെ സ്വാധീനമുള്ളവരായതിനാൽ സ്വതവേ ചൂടന്മാരാണ്. അനീതി കണ്ടാൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. പ്രതികരിക്കാൻ ഒട്ടും മടികാണിക്കാത്ത ഇവർ ദേഷ്യം വന്നാൽ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്ക് ദേഷ്യം വന്നാൽ പിന്നെ ചുറ്റുപാടും നടക്കുന്നതൊന്നും അവർ ശ്രദ്ധിക്കില്ല. വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന ഇവർ പലപ്പോഴും ദേഷ്യത്തിന്റെ പേരിൽ അബദ്ധങ്ങൾ കാണിച്ചേക്കാം. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കാനും ഇവർക്ക് ഇതേ തീവ്രതയുണ്ടാകും. മകം നക്ഷത്രക്കാർക്ക് സ്വന്തം അധികാരത്തിനോ വ്യക്തിത്വത്തിനോ കോട്ടം തട്ടുന്ന കാര്യങ്ങൾ തീരെ സഹിക്കാനാകില്ല. വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന പ്രകൃതമാണ് ഇവരുടേത്. ദേഷ്യം വന്നാൽ വളരെ കടുപ്പത്തിൽ സംസാരിക്കുന്ന ഇവർ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറുമുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വയുടെ സ്വാധീനമുള്ളവരായതിനാൽ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നവരാണ്. അല്പം അക്ഷമരായ ഇവർക്ക് തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് കോപം വരും. വിശാഖം നക്ഷത്രക്കാർ തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകും. ദേഷ്യം വന്നാൽ വളരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാൻ ഇവർ മടിക്കില്ല. എങ്കിലും ദേഷ്യം പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തീരുമാനങ്ങളെ ആരെങ്കിലും എതിർക്കുന്നത് തീരെ ഇഷ്ടമല്ല. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ഇവർ ദേഷ്യം വന്നാൽ എന്താണ് പറയുകയോ ചെയ്യുകയോ എന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഈ നക്ഷത്രക്കാർ മുൻകോപികളാണെങ്കിലും ഉള്ളിൽ വലിയ സ്നേഹവും മനസ്സിൽ ശുദ്ധിയുമുള്ളവരാണ്. കോപം നിയന്ത്രിക്കാൻ അല്പം ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഇവർക്ക് സാധിക്കും. ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക.